നമസ്തേ. കൊൽക്കത്തയുടെ കുതിപ്പിന് തടയിട്ട് ചെന്നൈ. അർദ്ധ സെഞ്ചുറി നേടി ചെന്നൈ നായകൻ ഋതുരാജ് ഗെയ്ക്വാദ്. മികച്ച തുടക്കം കിട്ടിയ കൊൽക്കത്തയെ വരിഞ്ഞു മുറുക്കി ചെന്നൈ ബൗളർമാർ. പോയിന്റ് ടേബിളിൽ മുന്നിലെത്താൻ പഞ്ചാബ് കിങ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും ഇന്നിറങ്ങുന്നു. IPL ആവേശത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. IPL-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ അപരാജിത കുതിപ്പിന് തടയിട്ട് ചെന്നൈ സൂപ്പർ കിങ്സ്. സ്വന്തം തട്ടകത്തിൽ നടന്ന മത്സരത്തിൽ 7 വിക്കറ്റിനാണ് ചെന്നൈയുടെ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത ഉയർത്തിയ 138 റൺസ് വിജയലക്ഷ്യം ചെന്നൈ 3 വിക്കറ്റ് നഷ്ടത്തിൽ 14 പന്ത് ബാക്കി നിൽക്കെ മറികടക്കുകയായിരുന്നു. അർദ്ധ സെഞ്ചുറി നേടിയ നായകൻ ഋതുരാജ് ഗെയ്ക്വാദിന്റെ പ്രകടനമാണ് ചെന്നൈയുടെ വിജയം അനായാസമാക്കിയത്. മറുവശത്ത് മികച്ച രീതിയിൽ ബാറ്റിംഗ് തുടങ്ങിയ കൊൽക്കത്തയെ ചെന്നൈ ബൗളർമാർ വരിഞ്ഞ് മുറുക്കുകയായിരുന്നു. എന്തായാലും ഇന്നലത്തെ ചെന്നൈ കൊൽക്കത്ത മത്സരം അത്യന്തം ആവേശം നിറഞ്ഞു നിന്ന ഒരു മത്സരമായിരുന്നു. ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടായ ചെപ്പോക്കിലായിരുന്നു മത്സരം നടന്നത്. ഈ മത്സരത്തിൻ്റെ വിലയിരുത്തലിന് വേണ്ടി നമ്മോടൊപ്പം ഉള്ളത് ക്രിക്കറ്റ് നിരീക്ഷകനും അതോടൊപ്പം തന്നെ BCCIയുടെ മാച്ച് റെഫറിയുമായിട്ടുള്ള ശ്രീ P. രംഗനാഥനാണ്. ശ്രീ രംഗനാഥൻ, വളരെ ആവേശം നിറഞ്ഞ നിന്നൊരു മത്സരം, മികച്ചൊരു തുടക്കം കിട്ടിയ കൊൽക്കത്തയ്ക്ക് എന്നാൽ അത് മുതലാക്കാനായില്ല. ചെന്നൈ ആവട്ടെ കൊൽക്കത്തയ്ക്ക് മേൽ ഒരു ആധിപത്യം നേടുന്ന കാഴ്ചയല്ലേ ഇന്നലെ നമ്മൾ കണ്ടത്? ഇന്നലെ മത്സരം ആദ്യം ടോസ് വളരെ നിർണായകമായിരുന്നു. ആ ടോസ് ഇന്നലെ ചെന്നൈ നേടി അത് എടുത്ത തീരുമാനം നൈറ്റ് റൈഡേഴ്സിനെ ബാറ്റിങ്ങിന് അയക്കുക, അത് ശരിവെക്കുന്ന രീതിയിൽ കഴിഞ്ഞ നൈറ്റ് റൈഡേഴ്സിന്റെ മത്സരങ്ങളെല്ലാം നല്ല നോക്കുകയാണെങ്കിൽ കൊൽക്കത്തയുടെ ഒരു മികച്ച തുടക്കം സോൾട്ടും നരേനും നൽകാറുണ്ട്. ഇവിടെ തുഷാർ ദേശ്പാണ്ഡെ എന്നുള്ള മുംബൈയുടെ ഫാസ്റ്റ് ബോളർ, അദ്ദേഹം ചെന്നൈക്ക് വേണ്ടി തുടക്കത്തിലെ തന്നെ നൈറ്റ് റൈഡേഴ്സിന് പ്രഹരം ഏൽപ്പിക്കുന്നു. അതും സോൾട്ട് എന്നുള്ള വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ബാറ്റ് ചെയ്യുന്ന ഓപ്പണറിന്റെ വിക്കറ്റ്. അതിനുശേഷം നരേനും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നതിന് പിന്നീട് കണ്ടത് ഇന്ത്യയുടെ ലെഫ്റ്റ് ആം സ്പിന്നർ ആയിട്ടുള്ള രവീന്ദ്ര ജഡേജയുടെ 3 വിക്കറ്റ്, അത്ഭുതകരമായിട്ടുള്ള ആ ബൗളിംഗ് പ്രകടനം. അത് തീർത്തും നൈറ്റ് റൈഡേഴ്സിന്റെ കൊൽക്കത്തയുടെ ഏറ്റവും മികച്ച ബാറ്റർമാരെ എല്ലാം പവലിയനിലോട്ട് മടക്കുന്ന ഒരു കാഴ്ച. ഒരു വിധത്തിലും കൊൽക്കത്തയുടെ ബാറ്റർമാർക്ക് ചെന്നൈയുടെ ബോളിങ്ങിനെതിരെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഇന്നലെ നമ്മൾ കണ്ടതാണ്. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ടോസ് നേടി ചെന്നൈ ബോളിംഗ് എടുത്ത തീരുമാനം ശരിവെക്കുന്ന രീതിയിൽ വളരെ മികച്ച രീതിയിൽ ദേശ്പാണ്ഡെയും കൂടാതെ രവീന്ദ്ര ജഡേജയുടെ ഉജ്ജ്വലമായിട്ടുള്ള 3 വിക്കറ്റ് നേട്ടങ്ങൾ, അത് തന്നെ ഒരു ചെറിയ സ്കോർ. ഇന്നലത്തെ ആ സ്കോറ് ഒരിക്കലും T20 ക്രിക്കറ്റിൽ ഒരു വലിയ സ്കോറായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ചെന്നൈ ആവട്ടെ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാഡിന്റെ അർദ്ധ സെഞ്ചുറി, കൂടാതെ ശിവൻ ദുബെ അദ്ദേഹത്തിന്റെ ഒരു വെടിവിക്കറ്റ് ബാറ്റിംഗ്, എല്ലാ രീതിയിലും അനായാസം ഒരു രീതിയിലും ഒരു സമ്മർദ്ദമില്ലാതെ ആ ഒരു സ്കോർ മറികടക്കാനായിട്ട് അവർക്ക് സാധിച്ചു. എന്തായാലും ചെന്നൈ കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി ഇന്നലെ ആ മത്സരം കളിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. സ്വന്തം തട്ടകത്തിൽ ചെപ്പോക്കിൽ അവർ നേടിയ വിജയം, തുടർച്ചയായിട്ട് അവർ ചെപ്പോക്കിൽ ഇതുവരെ ഒരു പരാജയം കണ്ടിട്ടില്ല, അത് ശരിവെക്കുന്ന രീതിയിൽ ഇന്നലെയും അവരുടെ ഒരു പ്രകടനം നമുക്ക് കാണാൻ സാധിച്ചു. ഇവിടെ എടുത്തു പറയേണ്ടത് ചെന്നൈയുടെ ബോളിംഗ് മികവ് തന്നെയാണ്. വളരെ കരുത്തരായിട്ടുള്ള വളരെ ശക്തരായിട്ടുള്ള ഒരു ബാറ്റിംഗ് നിരയാണ് കൊൽക്കത്തയുടെ. ആ ബാറ്റിംഗ് നിരയെ തളയ്ക്കാൻ സാധിച്ചത് ഇന്നലെ വിജയത്തിന്റെ ആദ്യപടിയായിട്ട് പറയേണ്ടിയിരിക്കും. അത് പറയുമ്പോൾ തന്നെ നമ്മൾ പറയേണ്ടതാണ്. കാരണം ഇന്നലത്തെ മത്സരത്തിലെ ആദ്യത്തെ പന്തിൽ തന്നെ ഫിൽ സാൾട്ടിനെ മടക്കിക്കൊണ്ട് ചെന്നൈ തുടങ്ങി. എന്നാൽ അതിനെ വെല്ലുവിളിക്കുന്ന രീതിയിലായിരുന്നു നരേന്റെയും അതുപോലെ തന്നെ രഘുവംശിയുടെ ഒരു പ്രകടനം. 5 ഓവറിൽ ഒരു ഘട്ടത്തിൽ സ്കോർ 50 റൺസ് കടന്നിരുന്നു. ഒരു 200-ലേക്കൊക്കെ പോകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കാരണം നരേന്റെയും രഘുവംശിയുടെയും ഒരു വെടിക്കെട്ട് ഇന്നലെ കാണാം എന്നൊക്കെ ആരാധകർ പ്രതീക്ഷിച്ചിരുന്നതാണ്. ആ സമയത്താണ് വില്ലനായിട്ട് ജഡേജ പന്തെറിയാൻ വരുന്നത്. ഒരു ഓവറിൽ 2 വിക്കറ്റ്, തുടർച്ചയായി 2 വിക്കറ്റുകൾ വീഴ്ത്തി ശരിക്കും കൊൽക്കത്തയെ, അവിടെ മുതലാണ് ശരിക്കും കൊൽക്കത്തയുടെ പതനം ആരംഭിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. രവീന്ദ്ര ജഡേജയുടെ ആ ബോളിംഗ് മികവ്, തുടക്കത്തിലെ ദേശ്പാണ്ഡെ എടുത്ത വിക്കറ്റും പിന്നീട് ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ തുടങ്ങുന്ന ഘട്ടത്തിൽ നേടിയ 2 വിക്കറ്റ്, പ്രത്യേകിച്ച് നരേന്റെ വിക്കറ്റ്, അദ്ദേഹം വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു എക്സ്പ്ലോസീവ് ഇന്നിങ്സ് ആണ് നമ്മൾ ഇതുവരെ കാണാൻ സാധിച്ചത്.
അത് ശരിവെക്കുന്ന രീതിയിൽ ഇന്നലെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് തുടക്കവും അങ്ങനെയായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ ആ ബോളിംഗ് കരുത്തായിട്ടുള്ള രവീന്ദ്ര ജഡേജ, T20 സ്പെഷ്യലൈസ്ഡ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് അദ്ദേഹത്തിന്റെ ആ ബോളിംഗ് മികവ്, ആ 2 വിക്കറ്റ് കളിയുടെ ഗതി തന്നെ മാറ്റി. ഇന്നലെ അദ്ദേഹത്തിന്റെ ബോളിംഗ് പ്രകടനം നോക്കും. 4 ഓവറിൽ വെറും 18 റൺസ് മാത്രം വഴങ്ങിയാണ് 3 വിക്കറ്റ്. കൂടാതെ തുഷാർ ദേശ്പാണ്ഡെയുടെ 3 വിക്കറ്റ് നേട്ടം. എല്ലാ രീതിയിലും ഇന്നലെ കണ്ടത് ചെന്നൈയുടെ മികച്ച രീതിയിലുള്ള ഒരു ബോളിംഗ് മികവ്. ആ മികവിന് മുന്നിൽ കരുത്തരായിട്ടുള്ള കൊൽക്കത്തയുടെ ബാറ്റർമാർ പതറുന്ന ഒരു കാഴ്ച. റിങ്കു സിംഗ് ആയാലും ഒരു പരിധിവരെ ശ്രേയസ് അയ്യരാണ് ഈ ഒരു ഭേദപ്പെട്ട സ്കോറിലോട്ട് അവരെ എത്തിക്കാൻ സാധിച്ചത്. ഒരു വിധത്തിലും കൊൽക്കത്തയുടെ ബാറ്റർമാർക്ക് ചെപ്പോക്കിൽ ഇന്നലെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ജഡേജയുടെ ആ മാൻ ഓഫ് ദ മാച്ച് അദ്ദേഹത്തിന് ഡിസർവിംഗ് ആണ്. കാരണം ആ ക്രൂഷ്യൽ പാർട്ണർഷിപ്പ് ഒരുപക്ഷെ വലിയൊരു സ്കോറിലോട്ട് കൊൽക്കത്തയെ നരേനും കൂടാതെ രഘുവംശിയും കൂടെ കൊണ്ടുപോയതിന് അത് തളയ്ക്കാനായിട്ട് രവീന്ദ്ര ജഡേജയ്ക്ക് സാധിച്ചു. മികച്ച രീതിയിലുള്ള ഒരു പിന്തുണ ദേശ്പാണ്ഡെയുടെ ബോളിംഗ് ആയാലും എല്ലാ രീതിയിലും ഇന്നലെ ഒരു ചെറിയ സ്കോറിനാണ് കൊൽക്കത്ത ചെന്നൈ തളയ്ക്കാൻ സാധിച്ചതും. അനായാസം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം 17 ഓവറിൽ തന്നെ ചെന്നൈ ആ വിജയലക്ഷ്യം കണ്ടെത്തുന്നു. അത് സൂചിപ്പിക്കുന്ന ഒരു ബാറ്റിംഗ് മികവും, പ്രത്യേകിച്ച് ഋതുരാജ് ഗേക്വാഡിന്റെ 67 റൺസ് നോട്ട് ഔട്ട് ആയിട്ട് അദ്ദേഹം ടീമിനെ വിജയത്തിലോട്ട് നയിക്കുന്ന ഒരു ഇന്നിങ്സും നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചു. എന്തായാലും ഇന്നലെ ചെന്നൈ വിജയിച്ചിരിക്കുകയാണ്. അതിനൊപ്പം എടുത്തു പറയേണ്ടത് രവീന്ദ്ര ജഡേജയുടെ പ്രകടനമാണ്. T20 ലോകകപ്പ് പടിവാതുക്കൽ എത്തി നിൽക്കെ രവീന്ദ്ര ജഡേജ 4 ഓവറിൽ നിന്ന് 18 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റുകളാണ് സ്വന്തമാക്കിയത്. എന്തായാലും അത് ടീം ഇന്ത്യക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. അപ്പോൾ ഇന്നലത്തെ മത്സരത്തിൻ്റെ വിശേഷങ്ങൾ അതൊക്കെയാണ്. ഇനി നമുക്ക് ഇന്നത്തെ മത്സരത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് പോകേണ്ടത്. ഇന്ന് പോയിന്റ് ടേബിളിൽ മുകളിലെത്താൻ 2 ടീമുകൾ ഇന്ന് പോരാടുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി നമുക്ക് പോകേണ്ടത്. IPL പോയിന്റ് ടേബിളിൽ മുന്നിലെത്താൻ പഞ്ചാബ് കിങ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും ഇന്ന് ഇറങ്ങുകയാണ്. പഞ്ചാബിൻ്റെ സ്വന്തം തട്ടകത്തിലാണ് മത്സരം നടക്കുന്നത്. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരുപോലെ പുലർത്തുന്ന സ്ഥിരതയാണ് ഹൈദരാബാദിൻ്റെ കരുത്ത്. ശശാങ്ക് സിംഗ് അടക്കമുള്ള യുവതാരങ്ങളുടെ പ്രകടനത്തിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് പഞ്ചാബ് ഇന്നിറങ്ങുന്നത്. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളും കൂടി ചോദിക്കേണ്ടതുണ്ട്. ശ്രീ രംഗനാഥൻ, ഇന്നത്തെ മത്സരത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കാരണം പോയിന്റ് പട്ടികയിൽ 5-6 സ്ഥാനക്കാർ തമ്മിലുള്ള പോരാട്ടമാണ്. ഒരു മികച്ച പോരാട്ടം നമുക്ക് കാണാൻ സാധിക്കും ഇന്നെന്തായാലും. കാരണം ഇരു ടീമുകളും ഇതുവരെ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ച ടീമുകളാണ്. ഒരു ടീമിൻ്റെ വശത്തേക്ക് വന്നാൽ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുന്ന ഒരു ടീമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ക്ലാസിനും മാർക്കറും അടക്കമുള്ള താരങ്ങൾ മികച്ച ഫോമിലാണ്. ബോളിങ്ങിലേക്ക് വന്നാൽ കമിൻസിൻ്റെ ഒരു നായകൻ എന്നുള്ളതിലുപരി മികച്ച രീതിയിൽ അദ്ദേഹം പന്തെറിയുന്നുണ്ട്. അതാണ് സൺറൈസേഴ്സിൻ്റെ ഒരു കാര്യം. മറുവശത്ത് പഞ്ചാബിലേക്ക് വന്നാൽ ശിഖർ ധവാൻ മികച്ച ഫോമിലുണ്ട്. അതോടൊപ്പം യുവതാരങ്ങൾ ശശാങ്ക് സിംഗ് അടക്കമുള്ള യുവതാരങ്ങളും ഫോമിലാണ്. ഇന്നത്തെ മത്സരത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഇന്നത്തെ മത്സരം നോക്കുകയാണെങ്കിൽ സൺറൈസേഴ്സിനാണ് അഡ്വാൻറ്റേജ്. കാരണം അവരുടെ പരിചയസമ്പന്നത, കൂടാതെ പാറ്റ് കമ്മിൻസ് എന്നുള്ള ഓസ്ട്രേലിയയെ നയിച്ച ആ നായകന്റെ സൺറൈസേഴ്സിന്റെ ക്യാപ്റ്റൻസി മികവ്, അദ്ദേഹത്തിന്റെ ബോളിംഗ്, കൂടാതെ സൺറൈസേഴ്സിന്റെ ബോളിംഗിൽ ഉപരിയായിട്ട് സൺറൈസേഴ്സിന്റെ ബാറ്റർമാരുടെ പെർഫോമൻസ്, അഭിഷേക് ശർമ്മയുടെ ഉജ്ജ്വലമായിട്ട്, നരയൻ എങ്ങനെയാണോ കൽക്കട്ടയ്ക്ക് ബാറ്റ് ചെയ്യുന്ന സമാനമായ ശൈലിയിലാണ്, അതിലും ഉപരിയായിട്ട് അദ്ദേഹം മികച്ച രീതിയിൽ തുടക്കം നൽകിയ പല ഇന്നിങ്സും നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോ ആ ഒരു അഭിഷേക് ശർമ്മയുടെ തുടക്കം, ക്ലാസനായാലും അവരുടെ ബാറ്റർമാരും വളരെ മികച്ച രീതിയിൽ റൺ റേറ്റ് ഉയർത്താൻ കഴിവുള്ള താരങ്ങളാണ് സൺറൈസേഴ്സിന്റെ. മറുവശത്ത് നമുക്ക് ഒരിക്കലും എഴുതിത്തള്ളാൻ സാധിക്കില്ല എങ്കിൽ തന്നെയും പഞ്ചാബിന്റെ ഒരു എക്സ്പീരിയൻസിന്റെ കുറവ്. ഇപ്പൊ ശിഖർ ധവാൻ എന്നുള്ള നായകനുപരി മറ്റുള്ളവരെല്ലാം യുവതാരങ്ങളാണ്. അവരെങ്ങനെയാണ് ഈ മത്സരത്തെ നേരിടുക? ഇത്ര മികച്ച ഒരു ബോളിംഗ് അറ്റാക്കിനെ എങ്ങനെയാണ് നേരിടുക? എങ്ങനെയാണ് സ്വന്തം തട്ടകത്തിൽ ഒരു വലിയ സ്കോർ പടുത്തുയർത്തുക ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ? അല്ലെങ്കിൽ സൺറൈസേഴ്സ് ആണ് ആദ്യം ബാറ്റ് ചെയ്യുമെങ്കിൽ ഒരു കുറഞ്ഞ ടോട്ടലിന് അവരെ തളയ്ക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നല്ലൊരു T20 മത്സരം, അതും സ്വന്തം തട്ടകത്തിൽ പഞ്ചാബിന് വിജയിച്ചേ മതിയാവുകയുള്ളൂ അവർക്ക് വീണ്ടും പോയിന്റ് ടേബിളിൽ മുന്നോട്ട് വരണമെങ്കിൽ. സൺറൈസേഴ്സ് വിജയപാതയിലാണ്. അവരും എവേ മത്സരം 2 മത്സരവും വിജയിച്ചത് സൺറൈസേഴ്സ് ഉപ്പൽ സ്റ്റേഡിയത്താണ്. അപ്പോൾ ഒരു എവേ മത്സരത്തിൽ എങ്ങനെയാണ് അവർ കളിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം. കാരണം പ്രത്യേകിച്ച് പാറ്റ് കമിൻസിന്റെ ഒരു പ്രസൻസ് ഏറെ ഗുണം ചെയ്യും സൺറൈസേഴ്സിന്. ഇന്നത്തെ ഒരു മത്സരത്തിൽ ക്ലാസൻ, മാർക്രം, അഭിഷേക് ശർമ്മ ഇവരുടെ ഒരു വെടിക്കെട്ട് തന്നെ ആയിരിക്കും നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. കാരണം
ഒരു മത്സരത്തിൽ 270 മുകളിൽ സ്കോർ പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ ഒരു വെടിക്കെട്ട് തന്നെ ആയിരിക്കും ഇന്ന് ആരാധകർ പ്രധാനമായും പ്രതീക്ഷിക്കുന്നതല്ലേ? വളരെ ശരിയാണ്. പക്ഷെ അക്ഷർദീപ് എന്നുള്ള ബൗളറും അവരെല്ലാം എങ്ങനെയാണ് പഞ്ചാബിന് വേണ്ടി പന്തെറിയുന്നു എന്നുള്ളതും ഒരു വ്യക്തതയാണ്. കാരണം അവർക്കൊരു ഹോം അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും പഞ്ചാബിനുണ്ട്. അവിടെ ഓൾറെഡി അവർ കളിച്ച് വന്ന ടീമാണ്. അത് മാത്രമല്ല കാണികളുടെ പിന്തുണ പൂർണ്ണമായിട്ടും പഞ്ചാബിന് ലഭിക്കുന്ന ഒരു സാധ്യത. അപ്പൊ സമ്മർദ്ദത്തിൽ തീർച്ചയായിട്ടും സൺറൈസേഴ്സ് എങ്ങനെയാണ് അതിജീവിക്കുക എന്നുള്ളത്, അവിടെയാണ് എക്സ്പീരിയൻസിന്റെ ഒരു മികവ് പറയേണ്ടത്. ക്ലാസനായാലും അക്രമായാലും അവരുടെ എല്ലാം കഴിഞ്ഞ മത്സരത്തെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അവർ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ബാറ്റ് ചെയ്യുന്നു. ബൗളർമാര് പ്രത്യേകിച്ച് സൺറൈസേഴ്സിന്റെ ഒരു കരുത്ത്, ഇന്ത്യയുടെ ഭുവനേശ്വർ കുമാർ ആയാലും ഇങ്ങനെയുള്ള ബൗളർമാരുടെ ഒരു പ്രകടനം അത് വളരെ നിർണായകമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കമ്പൈൻഡ് ടീമാണ്. നമ്മൾ രാജസ്ഥാൻ റോയൽസിനെ പറയുന്നത് പോലെ തന്നെയാണ് സൺറൈസേഴ്സിനെ കുറിച്ച് പറയണമെങ്കിലും. കാരണം ഒരു കമ്പൈൻഡ് ടീമാണ് ബോളിങ്ങും ബാറ്റിങ്ങും. പക്ഷെ പഞ്ചാബിന്റെ കാര്യത്തിൽ ഇന്നത്തെ ഒരു വിശേഷം, അവരുടെ ബാറ്റിങ്ങിൽ അത്ര എക്സ്പീരിയൻസ്ഡ് ഉള്ള താരങ്ങളില്ല, ശിഖർ ധവാൻ ഒഴിച്ചു കഴിഞ്ഞാൽ. അവരെങ്ങനെയാണ് ആ സമ്മർദ്ദത്തെ അതിജീവിക്കുക, ഇന്നത്തെ പെർഫോമൻസ് വളരെ നിർണായകമായിരിക്കും. എന്തായാലും ഇന്നും നമുക്കൊരു T20യുടെ എല്ലാ ആവശ്യവും നിറഞ്ഞ ഒരു മത്സരം തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ രംഗനാഥൻ. ഇത്രയും നേരം നമ്മോട് ഇന്നലത്തെ മത്സരത്തിൻ്റെയും ഇന്ന് നടക്കാനിരിക്കുന്ന മത്സരത്തിൻ്റെയും വിശകലനവുമായി നമ്മോടൊപ്പം ചേർന്നത് ശ്രീ പി രംഗനാഥനാണ്. അപ്പോൾ എന്തായാലും ഇന്ന് വീറും വാശിയും നിറഞ്ഞൊരു പോരാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പഞ്ചാബും ഒപ്പം തന്നെ ഹൈദരാബാദും തമ്മിലുള്ള പോരാട്ടമാണ്. എന്തായാലും മികച്ചൊരു മത്സരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നാളെ രാവിലെ 8:15 നമുക്ക് IPL ആവേശത്തിൽ കാണാം. നമസ്തേ.